ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നവന് ആദ്യം വേണ്ടത് നോളജ് ഇൻ ഓൾ ദ ഏരിയ. ഇതറിയാത്തവൻ എപ്പോഴും ഡിപ്പെൻഡന്റ് ആണ്. അറിയാത്തവൻ ചിലപ്പോൾ ഡെവലപ്പ് ആവുമായിരിക്കും, ഇറ്റ് വിൽ ടേക്ക് ടൈം. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും എല്ലാ മേഖലയിലും നമ്മൾക്കൊരു ഹയർ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ, ഹയർ അപ്പർ ഹാൻഡ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ കമ്പനിയിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഐ ഡോണ്ട് വാണ്ട് എനിബഡി, ഐ വിൽ ടേക്ക് കെയർ. മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊരാളെ വെച്ച് അയാളെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്കറിയാം. വാട്ട് ഈസ് ഫിനാൻസ്, വാട്ട് ഈസ് അക്കൗണ്ട്സ്, വാട്ട് ഈസ് ഓഡിറ്റിംഗ്. ഇത് എനിക്കറിയാവുന്നതുകൊണ്ട് മാത്രമാണ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് എനിബഡി. ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇറ്റ്സ് വെരി ഈസി ടു മാനേജ് ബൈ മീ. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ആ സ്കില്ല് എനിക്കില്ലായിരുന്നു. ഐ എം ഡെവലപ്ഡ്. നിങ്ങൾ വിചാരിക്കുന്നത് ജന്മന കിട്ടുന്ന ഒരു സാധനമൊന്നുമല്ല ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഓർ ഫിനാൻസ്. നമ്മൾ വിചാരിക്കും അങ്ങനെയല്ല. നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ ഇറങ്ങിച്ചേരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് അതൊരു നമ്മളുടെ ഒരു പ്രൊഫഷനായി നമ്മൾ മാറ്റി നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ഒരു കാര്യത്തിന് ഇൻട്രസ്റ്റ് നമ്മൾ കാണിക്കാൻ തുടങ്ങിയാൽ, അവിടെ നമ്മുടെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ, യെസ്, യു ക്യാൻ അച്ചീവ് ഇറ്റ്. അപ്പൊ എവിടെ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിസിനസ് പേഴ്സൺ ഒരു ഫോക്കസ്ഡ് അല്ല. ബിസിനസ് പേഴ്സൺ ഷുഡ് ഹാവ് ടു ബി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഫിനാൻസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഇവൻ അറിഞ്ഞിരിക്കണം. ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ബിസിനസ്സിനെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആൻഡ് നെവർ എവർ വി കനോട്ട് ഡിപ്പെൻഡ് എനി എംപ്ലോയീസ് റൺ എ ബിസിനസ്. പൊറോട്ട അടിക്കാനായിട്ട് റെസ്റ്റോറന്റ് ആണെങ്കിൽ പൊറോട്ട അടിക്കണവൻ ഇല്ലെങ്കിൽ പോടാപ്പാന്നും പറഞ്ഞ് മുണ്ടും കുത്തി ഇറങ്ങണം. അവിടെയാണ് ആ ബിസിനസ് സക്സസ് ആവുക. അല്ലാണ്ട് പൊറോട്ട അടിക്കാൻ ആളില്ലെങ്കിൽ നമ്മൾ കയറി നിന്ന് അടിക്കാനുള്ള അറിവില്ലെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. സോ ഏതൊരു ബിസിനസ്സിലായാലും അങ്ങനെ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഐ ഡോണ്ട് കെയർ അബൌട്ട് സംബഡി ഈസ് കമ്മിങ്, സംബഡി ഈസ് ഗോയിങ്. വൈ? ബിക്കോസ് ഐ നോ എവറിത്തിങ്. ഇഫ് സംബഡി ഈസ് നോട്ട് അവൈലബിൾ ഇൻ മൈ കമ്പനി, ഇറ്റ്സ് ഫൈൻ, ലെറ്റ് ദം ഗോ. ഞാൻ പോയി ചെയ്യും. അതറിയാവുന്നതുകൊണ്ട് എന്താ? അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യുമെന്ന് കണ്ടുകൊണ്ട് എന്താ ഗുണം? ആ മറ്റേ ടെസ്റ്റർ വെച്ചിട്ടുള്ള രാജിക്കത്തില്ലേ, അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേടിച്ചിരിക്കണം. മനസ്സിലാവുണ്ടോ? ഇനി ഒരു പ്രാവശ്യം പഠിച്ചിട്ട് കാര്യമില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഡേ ബൈ ഡേ യു ഹാവ് ടു ഡെവലപ്പ് യുവർ സ്കിൽ. ദെൻ ഓൺലി യു ക്യാൻ അച്ചീവ് സംതിങ്.